നമ്മളിപ്പോഴും നിൽക്കുന്നത് പുത്തൻകണ്ടം കിഴക്കും ഭാഗം വെണ്ടുട്ടായി ഈ പ്രദേശങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബാലി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നവരാണ്. പക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ രണ്ടുപേരും ഈ ജ്യേഷ്ഠാനുജന്മാർ അകന്നു പോവുകയും പേര് വാസുദേവൻ, പുതിയ വീട്ടിൽ ഹൗസ്. പേര് ചന്ദ്രൻ. ചന്ദ്രകോമരം. ബാലിയെ തേടിയാണ് ഇന്നത്തെ യാത്ര. അതെ, രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിൽ വാത്മീകി മഹർഷി വിവരിച്ച അസാമാന്യ ബലവാനെ തേടി. കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ പുത്തൻകണ്ടത്തിലാണ് പൗരാണികത ഏറെയുള്ള ഈ സ്ഥലം. ബാലിക്ഷേത്രം എന്ന ബോർഡിന് താഴെ മുകളിലേക്ക് കയറാനുള്ള പടിക്കെട്ടുകൾ. ചെറിയ ഒരു ആശങ്കയോടെ പടിക്കെട്ടിന് മുന്നിൽ ഞാൻ നിശ്ചലനായി നിന്നു. കനമുള്ള ഒരു ഗദ തൻ്റെ തലയിലേക്ക് പതിക്കുമോ എന്ന ഒരു ചിന്ത എന്നെ പൊതിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. നിന്നെപ്പോലെ ഒരു നിസ്സാരനെ പ്രഹരിക്കാൻ ബാലിക്ക് തീർത്തും താല്പര്യമുണ്ടാവില്ല എന്ന് മനസ്സ് സാന്ത്വനിപ്പിച്ചു. പ്രസാദം നൽകാനുള്ള പായസം അടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രന്റെ കാലത്ത് ജീവിച്ച മഹാമേരു കണക്കെ ബലവാനായ വാനര രാജാവ്. അദ്ദേഹം ഇവിടെ ദൈവിക സാന്നിധ്യമായി കുടികൊള്ളുന്നു. അഴിയിട്ട ശ്രീകോവിലിനുള്ളിലെ തറക്ക് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട്. സംക്രമ ദിവസമായതിനാൽ പൂജയും കുട്ടിച്ചാത്തൻ വെള്ളാട്ടവും ഇവിടെ നടക്കുന്നുണ്ട്. പ്രധാന ദേവനായി ആരാധിക്കുന്നത് ബാലിയെയാണ്. പിണറായി ടൗണിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ബാലിക്ഷേത്രം. ഒരു ജനകീയ കമ്മിറ്റിയാണ് കഴിഞ്ഞ 25 വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ ഭരണം നടത്തിപ്പോരുന്നത്. പ്രസിഡന്റ് ശ്രീ കണ്ടമ്പേത്ത് ബാലൻ, സെക്രട്ടറി ലതീഷ് PK, ട്രഷറർ ദിനരാജൻ T എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സന്ധ്യാവന്ദനത്തിന് 4 സമുദ്രങ്ങളിലും എത്തിയിരുന്ന ബാലി വായുമാർഗം സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പോകെ പോകെ ധാരാളം ആളുകൾ ഈ സന്നിധിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. കർക്കിടകം വിടചൊല്ലിപ്പോകുന്നതിൻ്റെ പരിഭവത്തിലാവണം ആകാശത്തിൻ്റെ മുഖം കറുത്തിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ സാന്ധ്യദീപങ്ങൾ നിറമിഴി തുറക്കുന്നുണ്ടായിരുന്നു. സാംസ്കാരിക രംഗത്തെ അതികായനായ യതീന്ദ്രൻ മാഷ് ബാലിയെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിപ്പോഴും നിൽക്കുന്നത് പുത്തൻകണ്ടം കിഴക്കും ഭാഗം വെണ്ടുട്ടായി ഈ പ്രദേശങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബാലി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ബാലി ക്ഷേത്രം ശ്രീരാമകഥയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. ബാലിയും സുഗ്രീവനും രാമായണത്തിലെ 6 കാണ്ഡങ്ങളിൽ ഒന്ന് കിഷ്കിന്ധാകാന്ഡമാണ്. ആ കിഷ്കിന്ധാകാന്ഡം പരിശോധിക്കുന്ന അവസരത്തിൽ നമുക്ക് ബാലിയും സുഗ്രീവനും തമ്മിലുണ്ടായ യുദ്ധത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ യുദ്ധ പശ്ചാത്തലത്തിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഈ സഹോദരങ്ങൾ വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നവരാണ്. പക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ രണ്ടുപേരും ഈ ജ്യേഷ്ഠാനുജന്മാർ അകന്നു പോവുകയും അവരെ അകറ്റാനുള്ള ഇടയാക്കുന്നത് മായാവി എന്ന മാന്ത്രികനാണ്. അതിൻ്റെ ഫലമായിട്ട് ബാലി മരിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ട് സുഗ്രീവൻ രാജാധിപത്യം കൈയാളുന്ന അവസരത്തിൽ മരിക്കാതെ ബാലി തിരിച്ചു വരികയും തിരിച്ചു വന്ന് അതിശക്തമാം വിധത്തിൽ സുഗ്രീവനെ ആട്ടി ഓടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് ശ്രീരാമചന്ദ്രൻ്റെ വനവാസകാലത്ത് സീത അന്വേഷണത്തിനായിട്ട് പുറപ്പെട്ടപ്പോൾ സുഗ്രീവനുമായിട്ട് സഖ്യമുണ്ടാവുകയും അപ്രകാരം സഖ്യമുണ്ടാകുന്ന അവസരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ടേമുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുഗ്രീവന് അദ്ദേഹത്തിൻ്റെ രാജ്യം തിരിച്ചു കൊടുക്കുക, സുഗ്രീവൻ ശ്രീരാമചന്ദ്രനെ സീതാന്വേഷണത്തിന് സഹായിക്കുക. ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു തിരിച്ചു വന്നുള്ളൊരു യുദ്ധഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ അസ്ത്രപ്രയോഗത്തിൽ ബാലി മരണം. ഏതായാലും
ബാലിയെ കുടിയിരുത്തി ആരാധിക്കുന്ന കേരളത്തിലെ നിറയെ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അതിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന ക്ഷേത്രം കാവാണ്, വെണ്ടിട്ടായിയിലുള്ള ഈ ബാലി കാവ്. ഇവിടെ വർഷത്തിൽ വിഷു കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് ഉത്സവം നടക്കുക. നേരത്തെ കുറേ കാലം ഇത് എന്താ പറയുക, അഗണ്യ കോടികൾ തള്ളപ്പെട്ടു പോയി എങ്കിലും നാട്ടുകാരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി, പ്രത്യേകിച്ച് ബാലാട്ടൻ്റെ, ദിനൻ്റെ അപ്പുറത്തുള്ള ബാലാട്ടൻ്റെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോഴ് അത് പ്രോജ്വലമായിട്ട് ഉയർന്നു വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ബാലിയെ കെട്ടിയാടുന്നത് 4 വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആശാരി, മൂശാരി, കൊല്ലൻ, ചെമ്പൂട്ടി തുടങ്ങിയിട്ടുള്ള ആളുകൾ. അവരുടെ കുലപരദേവതയാണ് ബാലി. ഇവിടെ ഈ കുലപരദേവതയെ നാട്ടുകാർ ഏറ്റെടുത്ത് സംരക്ഷിച്ച് വെള്ളം നൽകി അവർക്ക് വേണ്ട പരിപാലനം ചെയ്ത് സംരക്ഷിച്ചു വരുന്നു. ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കും നാട്ടിൻ്റെ നന്മയ്ക്കും ബാലിയുടെ അനുഗ്രഹാശ്വാസങ്ങൾ കൂടിയേ തീരൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷം എന്നല്ല എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ 25 വർഷം ഒരുപക്ഷെ ഉത്തര കേരളത്തിൽ കെട്ടിയാടപ്പെടുന്ന കാവുകളിലെ തിറകളിൽ പലപ്പോഴും നിന്നു പോകാറുള്ള ബാലിത്തിറ ഇവിടെ 25 വർഷമായിട്ട് നിർവിഘ്നം നല്ല രീതിയിൽ തന്നെ നടന്നു പോരുന്നുണ്ട്. ചുറ്റുവട്ട പ്രദേശങ്ങളിലുള്ളവർക്ക് ഇതൊരു ആശ്രയ കേന്ദ്രമായി അനുഗ്രഹദാതാവായ ബാലിയുടെ മുൻപിലെത്തി അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രതിമാസ പരിപാടികളടക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ഒരു പക്ഷേ വിശ്വാസമാണ് സർവ്വവിധത്തിലുള്ള നേട്ടങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമുക്ക് ബലം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം, ആത്മബലം പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം സംശയമില്ല നമ്മുടെ വിശ്വാസമാണ്. ആത്മവിശ്വാസം ജനങ്ങൾക്ക് നൽകുന്ന ഒരു പുണ്യസങ്കേതമായി ഈ പുത്തങ്കണ്ടം ബാലി ക്ഷേത്രം വളർന്നു വരികയാണ്. മാഷയുടെ ഈ ബാലിത്തെയ്യത്തെ കൂടാതെ മറ്റ് മൂർത്തികളും ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ശരിക്കും ബാലിയാണ്ടോന്നും പ്രാധാന്യം അല്ലേ? ബാലിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉപദേവതാ സങ്കല്പങ്ങളുണ്ട്, ഗുളികനുണ്ട്, എടലാപുരത്ത് ചാമുണ്ടി അല്ലേ, എള്ളെടുത്ത് ഭഗവതി എന്ന് പറഞ്ഞാൽ ഗുളികനുണ്ട്, കുട്ടിച്ചാത്തിനുണ്ട്, എടലാപുരത്ത് ഭഗവതിയുണ്ട്. നമ്മൾ നാട്ടിലത് എള്ളെടുത്ത് ഭഗവതി എന്നാ വിളിക്കും അല്ലേ? അങ്ങനെ എടലാപുരത്ത് ഭഗവതി, എള്ളെടുത്ത് ഭഗവതി. 25 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു മുടക്കമില്ലാതെ കെട്ടിയാടുന്നു അല്ലേ? അതെ. അപ്പോൾ കമ്മിറ്റി എന്താ പറയാ, നല്ലൊരു ശ്രമമാണ് ശരിക്കും നടത്തുന്നത്. സമർപ്പണ ബോധത്തോടു കൂടി കൂടുതൽ ആളൊന്നുമില്ല. പ്രത്യേകിച്ച് ബാലാട്ടന്റെ നേതൃത്വത്തിൽ ഇവിടുള്ള കുറച്ച് ചെറുപ്പക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാട് പിടിച്ച് കിടക്കുകയായിരുന്ന സ്ഥലമാണ്. ഒരാളും തന്നെ വള്ളിക്കെട്ടും കാടും അല്ലായിട്ടല്ലേ? വെറും വള്ളിക്കെട്ടുകൾ കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന ഒരു ഈ സ്ഥലത്തെ വെട്ടിത്തെളിയിച്ച് സുന്ദരമാക്കി എല്ലാവർക്കും കടന്നു വരാവുന്ന വിധത്തിൽ ഒരു ആരാധനാ കേന്ദ്രമാക്കിയിട്ട് ഇതിനെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവരുടെ പരിശ്രമം. ദേവാലയം കൂടാണ്ട് ഒരു ആരാമെന്നും കൂടി വേണം പറയാം. ഇവിടെ പൂക്കള്, മല്ലിക നട്ടിട്ട് കാണുന്നുണ്ട്. അതെ. ഈ ഓണത്തിനുള്ള പൂക്കളം കൂടി ഒരുക്കുന്നുണ്ട്. സാന്ദർഭികമായിട്ട് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശമുള്ളവരുടെ കൂട്ടത്തിൽ ധനതൻ എന്ന് പറയുന്ന, നേരത്തെ തന്നെ വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ധനതൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വിട്ടുതരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത്. ആ ശ്രമം കൂടി നാട്ടുകാരുടെ പരിശ്രമത്തിന് പിന്തുണയായിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇത് കുറേ കാലം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ അല്ലേ, ഒരു ശ്രദ്ധ ഇല്ലാണ്ട് അങ്ങനെ വിട്ടുപോയിരുന്നു അല്ലേ? നേരത്തെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരുന്ന. അതെ. പഴയകാല തലമുറകൾ വളരെ ആരാധനാപൂർവം, പ്രത്യേകിച്ചും ഇവിടെ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ആരാധനാ പ്രകാരം കെട്ടിയാടിയിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ വിശ്വകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മൂത്താശാരിമാർ തലശ്ശേരിയിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രത്തിലെ അതിമനോഹരമായ രാമായണ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കിയ പരമ്പരയിൽപ്പെട്ട വിശ്വകർമാക്കളുടെ അവരുടെ ആരൂഢ സ്ഥാനമാണ് ഈ ബാലി തിരുസന്നിധി. പെരുന്തച്ചന്മാർ പോലെ അല്ലേ? പെരുന്തച്ചനെ പോലെ അല്ലേ? പെരുന്തച്ചന്മാരാണ്.
എൻ്റെ പേര് വാസുദേവൻ. പുതിയ വീട്ടിൽ ഹൗസ് പോസ്റ്റ് കുളവായി ഇവിടെ തന്നെ. ഇത് നമ്മൾ തറവാട് പുത്തങ്കണ്ട ഇവിടെ തന്നെ ഇത് നമ്മൾ തറവാട് ക്ഷേത്രമാണ്. പിന്നെ ഇത് കുറേ കാലമായിട്ട് പിന്നെ മുടങ്ങിക്കിടന്നത്. 10-50 വർഷം മുമ്പേ ഇവിടെ ഭാര്യൻ്റെ പിന്നെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ആൾ പറയുന്ന ടിപ്പുവിൻ്റെ വടകാലത്ത് ഇത് ക്ഷേത്രം പൊളിഞ്ഞു പോയി, ക്ഷേത്രം നശിപ്പിച്ചതാണെന്ന് പറയുന്ന കേട്ടു. പിന്നെ അത് അക്കാലത്ത് നമ്മളൊന്നും ഇല്ല. എൻ്റെ അച്ഛനായിരുന്നു ആ കാലത്ത് ഇത് പോകൽ. അതിന് ശേഷം 20 വർഷമായിട്ട് ഞാൻ അങ്ങനെ ബാലിൻ്റെ പോകലായിട്ട് ബാലി, വെള്ളെടുത്ത് ഭഗവതി, കുട്ടിശാസ്ത്രത്തിൽ, പിന്നെ ഗുളിക. ഇതാണ് നമ്മളെ ഇതെല്ലാം കെട്ടിയാടില്ല. വെള്ളാട്ടം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ കോമരം. പേരൊന്ന് പറയാം. പേര് ചന്ദ്രൻ. എഴുന്നള്ളി വരിക വേണം മൂലമാണ് വിഷ്ണു കരിക്കുട്ടിയ ഓം ക്ഷോണവരെ ക്ഷോണവരെ നീല മഹാതിരുവാ കുഞ്ഞനല്ലൂർ പണിയൊക്കെയാണ് വണ്ണം മരം കളിച്ചു വിളിക്കും നേരം മടിയാതെ വന്ന് വസം ചെയ്ത് സുഹാം മുല്ലപ്പൂ നമത്തമനെ മുരിക്കുമ്പൂ നമത്തമനെയോ മലയിൽ കത്തികെട്ടും കൃഷ്ണാനാവും കുറുമണിയും കൊട്ടയിൽ തീയും കൈക്കൊണ്ട കുട്ടിക്കാസ്ഥ വസന്താകാട് കാട്ടുമാടങ്കാവന പരമേശ്വര കണ്ട മകളം മാളം പേര് അറിവിലപ്പെട്ടേ 10 സമ്പ്രദായത്തിൽ ശേഷിവിട്ടാരെ പോലെ
ഈ സ്ഥാനത്ത് വന്ന് ശേഷിക്കും എടുപ്പാൻ എഴുന്നള്ളി വരിക വേണം ഭൂതമാള വിഷകരി കുട്ടിച്ചാസും ദൈവം എന്റെ സ്ഥലം ഭാരമായിട്ട് എന്റെ പൈതങ്ങളുടെ കാര്യം അനുഭവമായി കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് അല്ലേ 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 എന്റെ മക്കളായിരിക്കണം നിങ്ങൾക്ക് ഇതിനും ഒരു വലിയ ആയിട്ടുള്ള അനുഭവം എന്റെ യാത്രക്കുണ്ടാക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.